നമസ്കാരം. കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ട് ഒരു പതിറ്റാണ്ടിലധികമാകുന്നു. 2014 2004 മുതൽ 2014 വരെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി കേന്ദ്രം ഭരിച്ചത്. അന്ന് UPA സർക്കാർ കേന്ദ്ര ഭരണത്തിൽ നിന്ന് പുറത്തു പോകുന്നത് 2014 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം പാർട്ടി എപ്പോഴും പറയുന്നത്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലൊക്കെ പറയുന്നത് BJP ഉത്തരേന്ത്യയിൽ പിടിമുറുക്കുന്നത് കൊണ്ടാണ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം BJP അധികാരം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, തെക്ക് കർണാടകയായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം BJP വലിയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും തെക്കൻ ഭാരതത്തിൽ ഉത്തരേന്ത്യ മുഴുവൻ BJP കൊണ്ടുപോയെങ്കിലും തെക്കൻ ഭാരതത്തിൽ അത് ഞങ്ങളുടെ കോട്ടയാണ് എന്ന് കോൺഗ്രസ് നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ തെക്കൻ ഭാരതത്തിലും കോൺഗ്രസ് ഇല്ലാതെയായി മാറുന്നു, കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമാകുന്നു എന്ന കണക്കുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 5 സംസ്ഥാനങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സാധാരണ കഴിഞ്ഞ വർഷം 2025 2 സംസ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് ദില്ലിയിലും മറ്റൊന്ന് ബീഹാറിലുമായിരുന്നു. അതിനു മുമ്പ് 2024 തിരഞ്ഞെടുപ്പുകളുടെ ഘോഷയാത്രയായിരുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്ര, ഹരിയാന, ഇങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഭൂരിഭാഗവും വിജയിച്ചത് BJP ആണ്. ദില്ലി തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിലും എല്ലാം വമ്പൻ വിജയങ്ങൾ BJP നേടി. അത്തരം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെ അല്ല പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് മാത്രമാണ്, ഈ 5 സംസ്ഥാനങ്ങളിൽ NDA ഭരണം പുതുച്ചേരിയിലുണ്ട് എങ്കിൽ പോലും ഒരിടത്ത് മാത്രമാണ് BJPയുടെ സർക്കാർ ഉള്ളത്. അത് അസമിലാണ്. അസമിൽ BJPക്ക് തൽക്കാലം ഭീഷണിയൊന്നുമല്ല. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ സ്ഥാനത്താണ് BJP. അവിടെ ഭരണം പിടിക്കാൻ കഴിയുമോ എന്നാണ് BJP ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉറ്റുനോക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നും BJP ഒരു വലിയ ശക്തിയല്ല. എങ്കിലും AIADMKയുടെ മുന്നണി, അതായത് NDAയിലേക്ക് AIMK വന്നതോടുകൂടി അവിടെ ഭരണത്തിൽ പങ്കാളിയാകാൻ സാധിക്കും എന്ന് ഒരു പ്രതീക്ഷ BJPക്കുണ്ട്. ഇതൊഴിച്ചാൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. വലിയ BJPയുടെ സ്വാധീന മേഖലകളിലൊന്നുമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ്. കോൺഗ്രസിൻ്റെ 90 99 MP ഒരുപക്ഷെ ലോക്സഭയിൽ ഉണ്ടായിരിക്കാം. അതിൽ 19 പേരും വിജയിച്ചു പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കോൺഗ്രസുമായിട്ടുള്ള DMKയുടെ സഖ്യം, ആ സഖ്യ സർക്കാരാണ് തമിഴ്നാട് ഭരിക്കുന്നത്. ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ ഊർജം നൽകിയിട്ടുണ്ട്. DMK കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ട ആളുകളാണ്. അവിടെ നിന്നും ധാരാളം ജനപ്രതിനിധികൾ അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അസം പിടിച്ചെടുക്കും. കഴിഞ്ഞ 10 വർഷമായി അസം ഭരിക്കുന്നത് BJP ആണ്. ഇത്തവണ പിടിച്ചെടുക്കും എന്ന പ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി ധാരാളം യാത്രകൾ അങ്ങോട്ട് നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെ നിരവധി കോൺഗ്രസിൻ്റെ പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി വന്ന ആദ്യ അഭിപ്രായ സർവേ, അത് ABP സർവേ ആയിരുന്നു, പ്രീപോൾ സർവേ ആയിരുന്നു. ആ പ്രീപോൾ സർവേയിൽ പറയുന്നത് കേരളത്തിൽ LDFൻ്റെ തുടർഭരണം ഉണ്ടാകുമെന്നാണ്. രണ്ട് മുന്നണികളും തമ്മിൽ, LDFും UDFും തമ്മിൽ വളരെ മികച്ച അല്ലെങ്കിൽ വളരെ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എങ്കിലും ചെറിയൊരു മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് LDFിനാണ്. തമിഴ്നാട്ടിലാകട്ടെ DMK ഭരണം ഇല്ലാതെയാകുമെന്നും AIADMK ഭരണം പിടിക്കുമെന്നും പറയുന്നു. അസമിൽ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് BJPയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തുടരുമെന്നും BJP ശക്തി പ്രാപിക്കുമെന്നും പറയുന്നു. കോൺഗ്രസിനെ കുറിച്ച് ആ ഫലത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ, അതായത് ഈ അഭിപ്രായ സർവേ ഫലം ഈ വരാനിരിക്കുന്ന 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളുമായി ചേർന്ന് നിന്നാൽ തീർച്ചയായും കോൺഗ്രസ്സിന് ഒരു കാരണവശാലും സന്തോഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറും. ബംഗാളിൽ BJP ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി. കോൺഗ്രസും CPIMും അതുപോലെ തൃണമൂൽ കോൺഗ്രസും മാത്രം ശക്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ BJPക്ക് ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാതിരുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ BJP 100-ലധികം സീറ്റുകൾ നേടും എന്നാണ് സർവേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ BJPക്ക് തീർച്ചയായും ബംഗാളിൽ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അസമിൽ BJP
തുടർഭരണം നേടും, 3-ാം തവണയും തുടർഭരണം നേടും എന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ മാറ്റം നടക്കുകയാണെങ്കിൽ BJP ഭരണത്തിൽ പങ്കാളിയാവുകയാണ്. അതായത് 3 സംസ്ഥാനങ്ങളിൽ വലിയ നേട്ടം കൊയ്യുകയാണ് BJP. കോൺഗ്രസ്സിന് ഈ സംസ്ഥാനങ്ങളിലൊന്നും എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥയുമാവുകയാണ്. അതായത് ഉത്തരേന്ത്യയിലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ദക്ഷിണേന്ത്യയിലോ ഏത് ഭാഗത്തുമായിക്കോട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസിനെക്കുറിച്ച് യാതൊന്നും പ്രവചിക്കാൻ അഭിപ്രായ സർവേകൾ പോലും തയ്യാറാകുന്നില്ല എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.